നിങ്ങൾക്കൊക്കെ അറിയാൻ പറഞ്ഞിട്ടുണ്ടാവും. നമ്മുടെ ബനാത് വാല സാഹിബ് മാർച്ച് 29-ാം തീയതി അന്ന് അദ്ദേഹം പറഞ്ഞ അതേ രൂപത്തിൽ തന്നെയാണ് ഈ ആർട്ടിക്കിൾ 44 അത് റിപ്പയർ ചെയ്തില്ലെങ്കിൽ എല്ലാ കാലവും തുറന്നുകൊണ്ടിരിക്കുന്ന സംഗതിയാണ്. നമുക്കാണെങ്കിൽ ഖുർആനില് ഈ ആയത്തുള്ളിടത്തോളം കാലം തിൽക ഹദൂറുള്ള എന്ന് പറഞ്ഞവരന്ന് ബനാത് വാല സാഹിബ് അന്ന് ഉദ്ധരിച്ച് സൂറത്തുൽ ബഖറയിലെ ഉദ്ധരിച്ച ആയത്ത് ഖുർആനിൽ നിലനിൽക്കുന്നിടത്തോളം കാലം നമുക്കതിന്റെ പിന്നോട്ട് പോകാനും പറ്റില്ല. നമുക്ക് ക്രോസ് ചെയ്യാൻ പാടില്ല. എക്സീഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊക്കെ ലാലിന്യങ്ങളാണെന്ന് ഖുർആൻ പറയുമ്പോൾ പിന്നെ നമുക്ക് പിന്നെ ഇവിടെ ജീവിക്കുന്നില്ലാതെ ഇവിടെ അക്രമകാരികളാണെന്ന് ഖുർആൻ പറയുന്ന ചുറ്റുപാടില് നമുക്കത് അംഗീകരിക്കാനും പറ്റില്ല. അതുകൊണ്ട് ഇതിൽ യാതൊരു വിട്ടുവീഴ്ചയുമില്ല. ഇന്ത്യയിൽ മുസ്ലിങ്ങൾ ഉണ്ടെങ്കിൽ, ഇന്ത്യൻ മുസൽമാന്മാർ ജീവനോടെ ഈ അഭിമാന ബോധത്തോടുകൂടെ ഉണ്ടെങ്കിൽ ഒരിക്കലും സംഭവിക്കാൻ പോകുന്നില്ല, ഒരിക്കലും സംഭവിക്കാൻ സാധിക്കുകയുമില്ല, അതിനകത്ത് അനുവദിക്കുകയുമില്ല. പക്ഷെ നിങ്ങൾക്കറിയാം, ഇപ്പോഴത്തെ ഇലക്ഷൻ വരുന്നു. അപ്പൊ കുറെ ഈ സംഗതികളൊക്കെ അവർ കൊണ്ടുവരാൻ നോക്കും. പല സംഗതികളും നിങ്ങൾക്കറിയാം, ഞാൻ അത് ഓരോന്നും വ്യക്തമായി പറയുന്നില്ല. പല പല സംഗതികൾ 2-3 ദിവസം കൊണ്ട് തന്നെ ഉണ്ടായി, 2-3 മാസം കൊണ്ട് തന്നെ പല സംഗതി ഉണ്ടാക്കി കൊണ്ടുവരുന്നു. ഇനിയും 2-3 മാസക്കാലം എന്തൊക്കെ അവിടെ വരാൻ പോകുന്നതെന്ന് നിങ്ങൾക്കറിയാം. UP ഇലക്ഷൻ കഴിയുന്നവരെ നമ്മുടെ മുമ്പിൽ ഡെമോക്രസിന്റെ വാളുമാരി ഇത് ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. പക്ഷെ അതേസമയം നമ്മൾ കണ്ണിൽ വെച്ച് കാത്തിരുന്നില്ലെങ്കിൽ ഏതെങ്കിലും ചെറിയ ഒരു അവസരം കാത്തിരിക്കുകയാണ്. ഇവിടെ പല സുഹൃന്മാരും പലരൊക്കെ ഉണ്ട് ഒപ്പിച്ച് പറയാനൊക്കെ ഉണ്ട്. അങ്ങനത്തെ കുറെ ആൾക്കാരുണ്ടാവും. പക്ഷെ അവരൊക്കെ പേര് പറഞ്ഞുകൊണ്ട് ഈ ശരീഅത്തിന് വേണ്ട കടന്നു കയറ്റത്തിന് ഏത് ഗവൺമെന്റും തയ്യാറാകില്ല എന്ന് നമുക്കറിയാം. കാരണം ഇവിടെ ഉള്ളത് 200 കോടി മുസ്ലിങ്ങളാണ്. 10ഉം 20ഉം 1000 അല്ല, 200 കോടി മുസ്ലിങ്ങളെ മേലെ കൂടെ കയറിയിട്ട് ഒരാൾക്കും ഇവിടെ ചെയ്യാൻ സാധിക്കില്ല. അത് കേന്ദ്ര ഗവൺമെന്റ് ആയാലും ആർക്കും സാധിക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് ബനാത് വാല സാഹിബ് അതേമാതിരി ഞങ്ങൾക്കൊന്നും പറ്റില്ലെങ്കിലും അദ്ദേഹം ഏത് രൂപത്തിൽ സഞ്ചരിച്ചോ അതേ രൂപത്തിൽ ഞങ്ങളെ ഒന്നിച്ചുകൊണ്ട്, എല്ലാവരും ഒന്നിപ്പിച്ചുകൊണ്ട് പാർലമെന്റിലും പുറത്ത് നിങ്ങൾ സമരം ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും ഈ സംഗതി ഇവിടെ നടക്കാൻ പോകുന്നില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. അതിനു വേണ്ടിയുള്ള ഈ സമരത്തിൽ ഈ കൂട്ടായ്മയിൽ പങ്കെടുക്കാൻ ഞാനും 4 കിലോമീറ്റർ മോട്ടോർ സൈക്കിളായിട്ടാണ് വന്നത്. ആ വഴിക്ക് വന്നു, അവിടെ ഇരുമ്പുഴി ബ്ലോക്കായി. ഈ വഴിക്ക് വന്നു, ഇവിടെയും ബ്ലോക്കായി. പിന്നെ എങ്ങനെയൊക്കെ നമ്മുടെ പ്രവർത്തകരൊക്കെ ഈ നമ്മുടെ എന്താ പേര് പറയാ വോളണ്ടിയർമാരുടെ മോട്ടോർ സൈക്കിളിലും അങ്ങനെ ഇങ്ങനെയൊക്കെ ഇവിടെ എത്തി. ഏതായാലും ഇവിടെ അവസരം തന്ന സമസ്ത കേരള ജമിഅത്തുൽ ഉലമ, അതേപോലെ തന്നെ നമ്മുടെ SYS SKSS പ്രവർത്തകരെ ഈ കാര്യത്തിൽ അഭിനന്ദിക്കുന്നു. എല്ലാവിധ സഹായങ്ങളും ഞങ്ങളുടെ ഭാഗത്തു നിന്ന്, ഞങ്ങളുടെ പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവും എന്നുള്ള 100% ഉറപ്പ് നൽകിക്കൊണ്ട് ഞാൻ എന്റെ ചെറിയ പ്രസംഗം അവസാനിപ്പിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.